നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഇതിനു മുമ്പ് തന്നെ നേരത്തെ തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞിരുന്നതാണ് പോലീസ് അന്വേഷണം വെറും പ്രഹസനമാണ്, അത് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള പോലീസ് അന്വേഷണമാണ് നടന്നിരുന്നത് എന്ന് ഈ വിധി വരും മുമ്പേ തന്നെ BJP ചൂണ്ടിക്കാണിച്ചാണ്. BJP അത് വ്യക്തമായിട്ട് പറഞ്ഞത് കാണാം. നോക്കൂ, ഈ വിഷയമുണ്ടായ സാഹചര്യവും അദ്ദേഹം പറഞ്ഞ വാചകങ്ങളും ഒക്കെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് കോടതി തന്നെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വിഷയവുമായി ഉള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെയല്ല, കോടതിയുടെ ജഡ്ജിമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. ഈ എല്ലാ വശങ്ങളും കോടതി പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിപ്പിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു കോടതി വിധി അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകി, അതുകൊണ്ട് അദ്ദേഹം തിരിച്ച് മന്ത്രിസഭയിലേക്ക് വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വേറൊരു കോടതി ക്ലീൻ ചീറ്റ് നൽകാതിരിക്കുമ്പോൾ അന്വേഷണം നേരിടണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ധാർമ്മികമായിട്ട് രാജിവെക്കണ്ടേ? അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ വിഷയം ഇത് സജി ചെറിയാൻ എന്നുള്ള വ്യക്തിയുടെ മാത്രമല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻ ഭരണഘടനയെയും അതുപോലെ തന്നെ ജനാധിപത്യത്തെയും വിശ്വാസമില്ലാത്തൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരുടെ ആ ഒരു നേതാക്കന്മാരെല്ലാം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടത്തിയ ആളിനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ എടുക്കാനുള്ള ഒരു സാഹചര്യം തന്നെ അത് തന്നെയാണല്ലോ. അപ്പോൾ ഈ ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യത്തിനും വില കൽപ്പിക്കാൻ പോലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ CPM-ഉം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും തയ്യാറല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കോടതി വിധി കൂടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ നടത്തിയ പരാമർശം, ആ പരാമർശമാണ് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടത്. അദ്ദേഹം പറഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന ഇന്ത്യയുടേതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് വളരെ അദ്ദേഹം പറയുന്നതാണ്, ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്ത് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതിയെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം എന്ത് രൂക്ഷമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഭരണഘടനയിൽ ഈ നാഴികയ്ക്ക് 40 വട്ടവും അവകാശപ്പെടുന്നതാണ് അവർ മതേതര പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന CPM പറയുന്ന ഭരണഘടനയിൽ മതേതരത്വം, ജനാധിപത്യം, പിന്നെ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന വാചകങ്ങളാണ് എന്നിവയുടെ കൂടെ കുന്തം, കുടച്ചക്രം എന്നിവ ചേർക്കണം. അപ്പോൾ ഒരു ഭരണഘടനയെ അവഹേളിക്കുന്ന എന്ത് നീചമായിട്ടുള്ള ഒരു രീതിയാണ്. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ആത്മാവാണ്, അതാണ് അടിസ്ഥാനം. ഒരു മതേതരത്വ രാജ്യം എന്ന് പറയുമ്പോൾ പല മതങ്ങളെയൊക്കെ വിശ്വസിക്കും, പക്ഷേ എല്ലാ മതവിഭാഗങ്ങളും വിശ്വസിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ഒരു നിയമമാണ്. അപ്പോൾ ആ നിയമത്തെയാണ് ഇത്ര വികൃതമായിട്ടുള്ള രീതിയിൽ വളരെ പുച്ഛഭാവത്തോടു കൂടി ഈ രീതിയിലുള്ള വലിയ പരാമർശം നടത്തിയിരിക്കുന്നത്. ഇത് ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് കോടതി കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. തീർച്ചയായും.